ഹലോ ഗൈസ്, ഫൈൻഡ് റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം. നമ്മളിന്ന് ഒരു 2 ബെഡ്റൂമുള്ള ഒരു ചെറിയ ഓടിട്ട വീടാട്ടോ വിൽപ്പനക്ക് വെച്ചിട്ടുള്ളത്. ഇതിൻ്റെ മുന്നിലൊക്കെ നമുക്ക് ചെറിയൊരു ബീം ഇങ്ങനെ കാണുന്നുണ്ട്. ടെറസിട്ട വീട് വേണമെങ്കിൽ ആക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വീടാണിത്. അത്യാവശ്യം നല്ല ഉറപ്പ് തന്നെയാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. വലിയൊരു പാക്കൊന്നും തോന്നിക്കുന്നില്ല. പിന്നെ കുറച്ച് മെയിൻറ്റെയിൻ വർക്ക് ചെയ്യേണ്ടത് ഒരു കൊല്ലമായിട്ട് പൂട്ടി കിടക്കുന്ന വീടാണ്. പിന്നെ ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് കോഴിക്കോട് നമ്മൾ എടക്കര കേട്ടോ. എടക്കര സൈഫണിൻ്റെ അടുത്താണ് ഈ വീട് കിടക്കുന്നത്. നമ്മളിപ്പോൾ ആ ബൈക്ക് വെച്ചിട്ടില്ല, അതാ ഇവിടെ മുകളിൽ ഇവിടെ ഞാൻ കൈ വെച്ച് അവിടെ ബൈക്ക് വെച്ചിട്ടില്ല, അതാണ് റോഡ് പോകുന്നത്. റോഡിൻ്റെ മുകളിൽ താഴത്തേക്കാണ് ഈ സ്ഥലം കിടക്കുന്നത്. 7.25 സെൻറ്റ് സ്ഥലമുണ്ട്. അത്യാവശ്യം അവിടെ ഈ കാണുന്ന 2 കവുങ്ങൊക്കെ ഇതിൽ പെട്ടാണ്. അതുപോലെ തന്നെ വഴി വരുന്നത് അത് കൂടെയാണ് വഴി വരുന്നത്. റോഡാക്കാനൊക്കെ പറ്റും. ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നമുക്ക് റോഡാക്കണമെങ്കിൽ റോഡൊക്കെ ആക്കാൻ പറ്റും. പക്ഷേ നിലവിലിപ്പോൾ ഇടവഴിയാണുള്ളത്. അവിടെ നമുക്ക് ഇതാ റോഡ് ഫ്രണ്ട് സൈഡിൽ തന്നെയാണ് സ്ഥലമുള്ളത്. ഇവിടുന്ന് ഇങ്ങോട്ട് കെട്ടിയിട്ട് നമ്മൾ റോഡാക്കേണ്ടി വരും എന്നുള്ള കാര്യം നോക്കണം. മൊത്തം ഇത് 7.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഈ കാണുന്ന മരങ്ങളും ഇതൊക്കെ ഇതിൽ പെട്ടാട്ടോ. ഇത് ജാമ്പയ്ക്കാണ്, അത് ഇരുമ്പുപുള്ളീൻ്റെ മരമാണ്. അതുപോലെ തന്നെ അതിൻ്റെ നടുവിൽ ഒരു മാവുണ്ട്. അതുപോലെ തന്നെ ഈ കാണുന്ന കവുങ്ങ് വീടും ഈ കാണുന്ന മരങ്ങളൊക്കെ കേട്ടോ, നല്ല ചെടികളൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. സ്ഥലത്തെറ്റം ഇവിടെ അതിർത്തി ഉണ്ട് കേട്ടോ. ഈ അതിർത്തി കാണുന്ന വിധത്തിലുള്ള സ്ഥലമുള്ളത്. പിന്നെ ജപ്പാൻ്റെ കണക്ഷനാണ് ഈ കാണുന്നത്. ജപ്പാൻ്റെ കണക്ഷൻ ഉണ്ട്. കോഴിക്കോട് നമ്മൾ എടക്കര സൈഫണിൻ്റെ അടുത്ത് നിന്ന് ഏകദേശം ഒരു കിലോമീറ്ററൊക്കെ ഡിസ്റ്റൻസ് മാറിയിട്ടാട്ടോ ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. അപ്പം വീടിൻ്റെ ഏറ്റവും വലിയൊരു പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യം ഞാൻ കാണിച്ചു തരാം. നമ്മൾ ഈ റിസോർട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ അങ്ങനത്തെ ഒരു വ്യൂ പോയിൻ്റ് ഇല്ലേ, നല്ല അടിപൊളി വ്യൂ പോയിൻ്റ് ഉണ്ടല്ലോ. അതാ അടിപൊളി വ്യൂ പോയിൻ്റാണ്. അപ്പോൾ നിങ്ങളിങ്ങനെ വ്യൂ പോയിൻ്റ് ലേശം ഹൈറ്റിലാണ് ഈ വീട് നിൽക്കുന്നത്. എന്നാൽ പോലും ഇതാ ഇവിടെ ഈ താഴത്തൊക്കെ നിറച്ച് വീടുകളാട്ടോ. ആണല്ല, ഈ കാണുന്നൊക്കെ വീടാണ്. ഈ കാണുന്നത് ആ കാണുന്ന വീടാണ്. ഇതിൻ്റെ അപ്പുറത്തൊക്കെ നമുക്ക് ഈ താഴെ ഭാഗത്തൊക്കെ ഒരു 8-10 വീട് ഇവിടെ അവിടെയൊക്കെ ആയിട്ട് കിടക്കുന്നുണ്ട്. അപ്പം അങ്ങനെ വേറെ പ്രശ്നങ്ങളൊന്നുള്ള ഏരിയ ഒന്നുമല്ല. നല്ല അടിപൊളി സ്ഥലമാണ്. 7.25 സെൻറ്റ് സ്ഥലമുണ്ട്. ഇവിടെ നമ്മളെ ഈ വീടിൻ്റെ ബാക്ക് വശത്ത് ഈ ബാത്റൂമൊക്കെ പുതിയ ഉണ്ടാക്കി കേട്ടോ. ഇതൊക്കെ ഫുള്ള് ടെറസാണ്. ബാക്കിൽ കുറച്ച് തേക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ ആ പണിയൊക്കെ നമ്മൾ കാണണം. പിന്നെ ഇതിൻ്റെ ഏറ്റവും ബാക്കിൽ എനിക്ക് രസമായിട്ട് തോന്നിയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കണ്ടില്ലേ, മാതള നാരങ്ങ കണ്ടില്ലേ, നല്ല വലുപ്പമുള്ള മാതള നാരങ്ങ കേട്ടോ. ഈ മരം നിറച്ച് മാതള നാരങ്ങയാണ്. അതേപോലെ ഒരു തെങ്ങ് നമുക്കുണ്ട് കേട്ടോ. ആ തെങ്ങുകൾ നോക്കി നല്ല നിറച്ച് തേങ്ങണ്ട്. അവിടെ ഒരു കവുങ്ങ് കാണാൻ പറ്റുന്നുണ്ട്. ഈ കർമ്മോസ ഇതിൽ പെട്ടാണ്. അതുപോലെ തന്നെ ഇവിടെ ഞാൻ കാണിച്ചുതരാം മാതള നാരങ്ങ. ഞാനിവിടെ കുറച്ചൊരു സൂം ചെയ്തിട്ട് കാണിച്ചുതരാം കേട്ടോ. സൂം ചെയ്യാൻ കഴിയുന്നില്ല. ഇത് കണ്ടില്ലേ, നിറച്ച് മാതള നാരങ്ങ കേട്ടോ. ഒരു 10 രൂപ ഈ ചെറിയൊരു മരത്തിനുള്ള ഒരു 10 രൂപ മാതള നാരങ്ങ ഉണ്ട്. ഈ നാരങ്ങാൻ്റെ അടുത്ത് നിന്ന് ഇവിടെ നിന്നുള്ള വ്യൂ ആണ് അടിപൊളി കണ്ടോ. ആ മലേൻ്റെ മുകളിലൊരു വീട് നമുക്ക് കാണാൻ പറ്റും കേട്ടോ. ഇത് അതുപോലെ തന്നെ ഈ ഭാഗത്ത് കാണാൽ ഇവിടെയും നമുക്ക് മലേൻ്റെ ഈ ഭാഗം അടിപൊളി സൈറ്റ് ഏരിയ കേട്ടോ. ഇതിപ്പം എൻ്റെ വീഡിയോയിൽ കാണുന്നത് നമുക്ക് ആ കറക്റ്റ് കിട്ടുമല്ലോ അങ്ങോട്ടുള്ളതൊന്നും. പക്ഷേ അടിപൊളി നല്ല വ്യൂ പോയിൻ്റ് ഉള്ള സ്ഥലം. ഒരു റിസോർട്ടിലൊക്കെ നിൽക്കുന്ന ഫീലിംഗ് കിട്ടും കേട്ടോ. അങ്ങനത്തെ ഒരു ഇതാണ്. എന്നാലും ഈ ഭാഗത്ത് ഫുള്ള് നിറച്ച് വീടുകളാട്ടോ. ഈ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ ഇടവഴി ഉണ്ട് കേട്ടോ. അതായത് വീടിൻ്റെ പുറകുവശത്തൂടെ ഇങ്ങനെ ഇടവഴി ഉണ്ട്. ഈ ഇടവഴി വലിയൊരു കയറ്റോ കാര്യങ്ങളും കാണുന്നില്ല. ഇത് ഈ കാണുന്നത് നമ്മളെ റോഡിൻ്റെ തിണ്ടാട്ടോ. റോഡിൻ്റെ തിണ്ടാണ് കാണുന്നത്. കോൺക്രീറ്റ് ഒക്കെ ചെയ്ത് വെച്ചാണ്. ഇത് നമ്മൾ വീടിൻ്റെ ഏറ്റവും ബാക്ക് വശം കേട്ടോ. ബാക്ക് വശം എങ്ങനെയാണ്, ബാക്ക് വശത്ത് അപാര വ്യൂ പോയിൻ്റ് ഉള്ളത് കേട്ടോ. കണ്ടില്ലേ, 7.25 സെൻറ്റ് സ്ഥലം, കോഴിക്കോട് എടക്കര. ബസ് ഇറങ്ങിയിട്ട് ഏകദേശം 1 കിലോമീറ്റർ 1.5 കിലോമീറ്റർ ഡിസ്റ്റൻസ്. താറിട്ട റോഡ് ഫ്രണ്ടേജിൽ റോഡിൻ്റെ മുകളിൽ താഴത്തേക്കാണ് വീട് കിടക്കുന്നത്. പണി എന്ന് പറഞ്ഞാൽ ബാക്കിൽ കുറച്ച് തേക്കാനുണ്ട്. അതുപോലെ തന്നെ കുറച്ച് ചില്ലറ പണി നമ്മൾ കാണാം. നല്ലൊരു അടിപൊളി വ്യൂ സൈറ്റ് ഏരിയ ആണ്. നമ്മൾ സാധാരണ അങ്ങനെയൊക്കെ വില്ലൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന അങ്ങനെ ഒരു വ്യൂ പോയിൻ്റ് ഏരിയ കേട്ടോ. എനിക്ക് ഈ വ്യൂ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതിപ്പോൾ നമ്മളെ വീഡിയോയിൽ കാണുന്ന മാതിരില്ല കേട്ടോ. അതിലും നല്ല അടിപൊളി ഭംഗിയാണ് ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. ഒരു പ്രത്യേക തണുപ്പും ഇതൊക്കെ ഉണ്ട്. അത് ഏറ്റവും പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ താഴത്ത് കാണുന്ന വീടാണ്. അതിൻ്റെ അപ്പുറത്ത് അവിടെ ഒരു വീട് കാണുന്നുണ്ട്. പിന്നെ കാണിച്ചില്ല, ഇവിടെ ചുറ്റും വീടുകളുണ്ട് കേട്ടോ. നല്ല വീട് ആൾ താമസിക്കുന്ന ഏരിയയാണ്. കണ്ടത് ഈ മുന്നിൽ കാണുന്നത് ഇതൊരു വീടാട്ടോ. അതിൻ്റെ മുകളിൽ കാണുന്നത് ഒരു വീടാണ്. ഇത് കാണുന്നത് ഫുള്ള് വീടുകളാട്ടോ. ഈ കാണുന്നതാ ഇവിടെ ഒരു വീട് കാണിച്ചില്ല. കണ്ടത് ഇതൊരു അപ്സ്റ്റെയർ വീടാട്ടോ കിടക്കുന്നത്. അപ്പോൾ ഇതുപോലെ നിറച്ച് വീടുകളൊക്കെ ഉള്ളൊരു ഏരിയ തന്നെയാണ്. നമ്മൾ ചുരുങ്ങിയ വിലക്കാണ് നമ്മളിത് കൊടുക്കുന്നത് കേട്ടോ. ഒരു ചുരുങ്ങിയ വിലക്ക് എന്ന് പറഞ്ഞാൽ അങ്ങനത്തെ ചുരുങ്ങിയ വിലക്കാണ് നമ്മൾ ചോദിക്കുന്നത്. 7.25 സെൻറ്റ് സ്ഥലം, ഓടിട്ട വീട്. നമ്മൾ റോഡ് ഫ്രണ്ടേജുള്ള വീടാണ്. നിലവിൽ പൈപ്പ് വെള്ളം ഉണ്ട് എന്നാണ് പറഞ്ഞത്. പൈപ്പ് വെള്ളവും അതുപോലെ ജപ്പാൻ കണക്ഷനൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിന് വില ചോദിക്കുന്നത് 12 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്.
പ്രൈസ് നെഗോഷ്യബിൾ ആണ്. നിങ്ങൾ പെട്ടെന്ന് വന്നിട്ട് എടുക്കാൻ താല്പര്യമുള്ള ആൾക്കാരാണെങ്കിൽ നമുക്കൊരു വിലപ്പാത്തിന് കൊടുക്കാം. പിന്നെ രണ്ടാമത്തെ കാര്യം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് റോഡുണ്ട്. അതായത് ഇടക്കര നമ്മൾ അങ്ങാടിയിൽ നിന്ന് വരുമ്പം കയറ്റാണ്. അപ്പോൾ ഈ വണ്ടികളുള്ള ആൾക്കാർക്ക് മാത്രമേ ഇത് നോക്കിയിട്ട് കാര്യമുള്ളൂ. അത്യാവശ്യം സ്കൂട്ടറിലുള്ള ആൾക്കാർക്ക് വന്ന് നോക്കിയാൽ മതി. അല്ലാണ്ട് നമ്മൾ ബസ് ഇറങ്ങിയിട്ട് നടന്ന് വന്നിട്ട് എടുക്കുന്ന ആൾക്കാരൊന്നും വരണ്ടെന്ന് ഞാൻ പറയാം. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഇടക്കര ഇറങ്ങിയിട്ട് ടൗണിൽ ഇറങ്ങിയിട്ട് പിന്നെ നമ്മൾ താഴത്തെ റോഡുണ്ട് ഈ വീടിൻ്റെ മുറ്റം വരെ, പക്ഷേ കയറ്റമുള്ള റോഡാണ്. അതുകൊണ്ട് ഒരൊറ്റ കയറ്റം ഇറങ്ങാനേ ഉള്ളൂ, പക്ഷേ പണ്ട് കാര്യമില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങനെയൊക്കെ നോക്കിയിട്ട് വരിക. ബഡ്ജറ്റ് ഫ്രണ്ട്ലിയായിട്ടുള്ള വീടാണ്. നല്ല ഇതുപോലെ ഒരു അടിപൊളി ലൊക്കേഷനിലാണ് വീട് സ്ഥിതി ചെയ്യുന്നത്. നല്ലൊരു വ്യൂ പോയിൻറ്റ്, അടിപൊളി കാറ്റാട്ടോ അവിടെ, നല്ല അടിപൊളി കാറ്റുണ്ട്. ഒരു പ്രത്യേകത ഇതാണല്ലേ, ഇവിടെ നിന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അടിപൊളി കാറ്റാണ്. ഇവിടുന്ന് പോകാൻ തോന്നില്ല കേട്ടോ, അത്രയും നല്ല അടിപൊളി ഒരു ഫീലിങ്സ് കിട്ടുന്ന ഒരു സ്ഥലമാണ്. പിന്നെ ഇവിടെ നിറച്ച് വീടുകളുള്ളതുകൊണ്ട് നമുക്ക് പിന്നെ വേറെ കാര്യങ്ങളൊന്നും പേടിക്കാനുമില്ല. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാരുണ്ടെങ്കിൽ വിളിച്ചോളി. ഈ വീടിന് 12 ലക്ഷം രൂപ ചോദ്യമാണ്. ചോദിക്കുന്നതൊന്നും നിങ്ങൾ നോക്കണ്ട, മാക്സിമം വില കുറച്ച് വാങ്ങിത്തരാം. ഇതുപോലെ വണ്ടി വേണം, നിങ്ങൾക്കൊരു ബൈക്ക് ഇതൊക്കെ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ലതാണ്. കാരണം ഇവിടേക്ക് കുറച്ച് കയറ്റം കയറി വരുന്ന ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ താല്പര്യമുള്ള ആൾക്കാർ വിളിക്കുക. നമ്മളെ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ കാണുന്ന ആൾക്കാരാണെങ്കിൽ ഒന്ന് ഫോളോ ചെയ്യുക, യൂട്യൂബിലാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ പുതിയ വീഡിയോയിൽ വീണ്ടും കാണുന്നവരെ ഗുഡ് ബൈ.